ഹലോ ഗൈസ്, ഇന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഇഷാലഫിക്കാണ് പോകുന്നത്. അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ ഉള്ളിൽ ക്യാമറയൊക്കെ ഫോണൊക്കെ എടുത്ത് വയ്ക്കാൻ അവിടെ കൗണ്ടറിൽ വെക്കണം. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് കാണിച്ചു തരാം അവിടെ എന്തൊക്കെ കാഴ്ചകളാണെന്ന്. ഹലോ ഗൈസ്, ഞങ്ങൾ യാത്രയിലായിരുന്നു. അപ്പോൾ നമ്മൾ 1:30 സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ 4:30 ആകുമ്പോഴാണ് അവിടെ എത്തിയത്. പിന്നെ ഇത്തിരി ഇടയിൽ ഇറങ്ങി ഞങ്ങൾക്ക് ഛർദ്ദിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഗ്യാപ്പ് പെട്രോൾ അടിക്കാൻ നിർത്തിയപ്പോൾ അവിടെ ചെറിയ ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് നേരം റിലാക്സായി. എന്നിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ കുറേ ദൂരം പോയി തമിഴ്നാട് എത്തിയപ്പോഴാണ് ചായ കുടിച്ചു. പിന്നെ നേരെ സ്റ്റാർട്ട് ചെയ്തു. ഋഷിയിലേക്ക് അവിടെ എത്തി. ഇങ്ങനെയല്ലേ ഉള്ളത്. പഴനീന് സെക്കൻഡ് ഹാൻഡ് അല്ലേ? ഓ ഞങ്ങളെല്ലാവരും കൂടി 2 പ്രാവശ്യം വന്നു. 22-ലും നല്ല തണുപ്പാണ്. ഇവിടെ അല്ല, അവിടെ പറഞ്ഞിട്ടാ. പിന്നെ അവിടെ അന്ന് ബസ്സിൽ പോയപ്പോ 5 മണിക്കൂർ എടുത്തു. എന്താണ് JCB പോലത്തെ സാധനം? ഒക്കെ കേരളത്തിലാണല്ലോ. ശിവ 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 ശിവന്റെ കണ്ട
അങ്ങനെയില്ല. അത് ശിവരാത്രിക്ക് മാത്രമാണ് കാവേരി ഒക്കെ ബജറ്റ് എന്തോ സാധനം എടുത്തില്ലേ. ഹലോ ഗൈസ്, നമ്മളെത്തി, കാണിച്ചു തരാം. ഗൈസ്, അപ്പം നമ്മൾ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആദ്യമൊക്കെ ഇഷ ലൈഫ് നമുക്ക് ഞാൻ പോയി കാണാം. നല്ല എന്താ പറയുക, ഒരു പ്രത്യേകതരം നല്ല ഉന്മേഷവും നല്ല എന്താ പറയുക, ഭയങ്കര ഇഷ്ടം തോന്നി. ഇത് നേരത്തെ പോയിട്ടുണ്ട്, പക്ഷേ ഇതിന് ശിവരാത്രിക്കാണ് ഞങ്ങൾ 2 ട്രിപ്പ് പോയത്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോയത്, ഈ ട്രിപ്പ് പോയത്. ശിവരാത്രി ആകുമ്പോൾ നല്ല തിരക്കും തൊഴുതാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ പോയിട്ട് തൊഴുതി നല്ല എന്താണ് കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടിയില്ല. അതൊരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നന്നായി തൊഴുതി അതിൻ്റെ ഉള്ളിലേക്ക് ഫോണൊന്നും കയറ്റാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ പോയിട്ട് തൊഴുതി നന്നായി പ്രാർത്ഥിച്ചു. കുറച്ച് യോഗയൊക്കെ ചെയ്തു മകൻ. നല്ല കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അവിടെയൊക്കെ പർച്ചേസൊക്കെ ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. പ്രസാദം മേടിച്ചു, പർച്ചേസൊക്കെ ചെയ്തു. ഞങ്ങൾ അവിടെ അങ്ങനെ ഉള്ളിലേക്ക് പോകുമ്പോൾ കാളവണ്ടി ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ആൾക്ക് 10 രൂപ വെച്ച്. ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെയൊക്കെ വെയിറ്റ് ചെയ്ത് കുറേ നല്ലോണം വെയിറ്റ് ചെയ്തിട്ട് നിൽക്കണം. അപ്പോൾ വേണ്ട, നമുക്ക് നടന്നു പോകാൻ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ നടന്നു പോയി. ഇവിടെയാണ് കൗണ്ടർ. ഫോണും ബാഗൊക്കെ സൂക്ഷിച്ച് വെക്കാനുള്ള സ്ഥലമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭൈരവി ക്ഷേത്രത്തിൽ ഉള്ളിലേക്ക് പോയത്. ഞങ്ങൾ നന്നായി ഭൈരവി ക്ഷേത്രത്തിൽ പോയിട്ട് നന്നായി തൊഴുതി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തോടെ. നല്ല രസമായിരുന്നു.
remove humanity from hallucinations of ups and downs to nameless ecstasies of one's interiority. ഇതാണ് സംഭവം അല്ലേ? ഇത് തന്നെ സംഭവം KFC. ഹോട്ടലിലേക്ക് കയറി ഒരു 9:30 ശേഷം അവിടെ ഒരു ഹോട്ടലിൽ തിരിച്ചു വരുമ്പോൾ ഒരു ഹോട്ടലിൽ കയറി A2B ഹോട്ടലിൽ കയറി ഞങ്ങൾ ബിരിയാണിയും ഒക്കെ കഴിച്ചു. അങ്ങനെ നല്ല സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു അത്. ചിക്കനില്ല, ചിക്കൻ നമ്മൾ അമ്പലത്തിൽ പോയതുകൊണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ കോളിഫ്ലവറിൻ്റെ വെച്ചുള്ള നല്ല പ്രത്യേകതരം ആദ്യമായിട്ട് കഴിച്ചാണ് ആ ബിരിയാണി. സ്പെഷ്യലാണ് പറഞ്ഞു. അപ്പോൾ ഐസ്ക്രീമും ദോശയും അങ്ങനെയൊക്കെ കഴിച്ചു. അങ്ങനെ കഴിച്ച് തിരിച്ച് യാത്ര പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ അടിപൊളിയായിട്ട് പോയിട്ട് വന്നു. പോയിട്ട് വീട് ഒരു 11:30 ആകുമ്പോഴാണ് വീടെത്തിയത്. അങ്ങനെ ഇതിൽ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യൂ. ബൈ.